ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കല്ലുമ്മക്കായ വഴറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് കല്ലുമ്മക്കായ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി, തക്കാളി, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയാണ്. ആവശ്യമായിട്ടുള്ള പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയാണ്. ഒരു പാൻ ചൂടായ ശേഷം എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ കൊത്തായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും കൂടെ ഇട്ടൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വാടാൻ നേരത്തെ തന്നെ നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി തന്നെ വേണമെന്നില്ല, സവോളയാണെങ്കിലും മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വഴന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും, വേവിച്ച സാധനമാണല്ലോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇച്ചിരി കൂടെ കൈവെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യം എങ്ങനെയാണ്, എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ച മണം മാറുന്നവരൊന്ന് നമ്മളൊന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ നമുക്കതൊരു കുത്തലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമ്മൾ വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇച്ചിരി തക്കാളിയും കൂടെ ഇട്ട് നമ്മുടെ കറി റെഡിയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.